ഓക്കെ, അപ്പൊ നമ്മള് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിലെ ലാസ്റ്റ് പോർഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? റിയാക്ഷൻ ഓഫ് ഫീനോൾസ്, ഫീനോൾസ് എങ്ങനത്തെ റിയാക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുക, പിന്നെന്താണ് പ്രിപ്പറേഷൻ ഓഫ് ഈതർ, പിന്നെ കുറച്ച് ഈതേഴ്സിന്റെ റിയാക്ഷൻ. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീരാൻ പോവാണ് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ആൽഡിഹൈഡ്സ് വരും, അമീൻസ് വരും, ഫൈനലി ബയോമോളിക്യൂൾസിലൂടെ നമ്മുടെ 12th പോർഷൻ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നമ്മുടെ ഫീനോളിന്റെ എന്താണ്? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുക? ഫസ്റ്റ് വൺ ആണ് നൈട്രേഷൻ. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഫീനോളിലേക്ക് ആ OHും ബെൻസീനായിട്ടുള്ള ബോണ്ട് നല്ല സ്ട്രോങ്ങർ ആണ്. അപ്പൊ നമ്മൾ ആ OHനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? NO2നെ കയറ്റും. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷന്റെ മെത്തേഡ് എങ്ങനെയാണ്? വിത്ത് ഡൈല്യൂട്ട് HNO3 അറ്റ് ലോ ടെമ്പറേച്ചർ, ചെറിയൊരു ടെമ്പറേച്ചർ മതി, 298 കെൽവിൻ ടെമ്പറേച്ചർ മതി. ഓക്കെ, ഫിനോൾ ഈൽസ് എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ നൈട്രോഫീനോൾ. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ ഈ കണ്ടീഷൻ കൊടുത്താൽ, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ ആൻഡ് പാരാ നൈട്രോഫീനോൾസ് കിട്ടും. അപ്പൊ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. നമ്മൾ എവിടെ നിന്ന് അപ്പൊ തുടങ്ങേണ്ടത്? നമ്മുടെ ഫീനോളിൽ നിന്നല്ലേ. നമ്മുടെ ഫീനോള് കിട്ടി. ഓക്കെ, ഇനി എന്താ നമുക്ക് റിയാക്ഷൻ കണ്ടീഷൻ? ഡൈല്യൂട്ട് HNO3, ഡൈല്യൂട്ട് HNO3, ഡൈല്യൂട്ട് HNO3. ഓക്കെ, നമുക്ക് എന്താണ് നമ്മൾ ഈൽഡ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നമ്മുടെ പ്രൊഡക്റ്റ് ഓർത്തോ ആൻഡ് പാരാ ഡെറിവേറ്റീവ്. ഫീനോൾ അവിടെ തന്നെ ഉണ്ടാവും മക്കളെ. ഓർത്തോയിൽ നൈട്രോ സബ്സ്റ്റിറ്റ്യൂഷൻ വരും കേട്ടോ. ഇനി ഒരു പ്രൊഡക്റ്റും കൂടെ ഉണ്ടാവും അല്ലേ. ഓർത്തോ ഉണ്ടെങ്കിൽ പാരായും ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോ ഓർത്തോ, പിന്നെ ആരുള്ളത്? പാരാ. പാരയല്ല, പാര. ഓക്കെ, ഓർത്തോയും പാരയും. ഇനി ഇതിൽ ആരായിരിക്കും മൈനർ, ഏതായിരിക്കും മേജർ? മൈനർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ള പ്രൊഡക്റ്റ്. ഇയാൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാ? ഇയാളും ഒരു ബിഗ് ഗ്രൂപ്പാണ്, ഇയാളും ഒരു ബിഗ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പൊ സ്റ്റെറിക് എഫക്റ്റ്, ബൾക്കി എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇയാളാണ് നമ്മുടെ മൈനർ പ്രൊഡക്റ്റ്. മൈനർ, ഇയാൾ എങ്ങനെയായിരിക്കും? ഇയാളായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ്. അപ്പോ ഓർത്തോ നൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ. മിസ് ഇവിടെ പേര് തന്നിട്ടുണ്ട് കേട്ടോ പ്രൊഡക്ട്സിന്റെ. റിയാക്ഷൻ കണ്ടീഷൻ ഡൈല്യൂട്ട് HNO3. അപ്പോൾ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് പ്രൊഡക്ട്സും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റിയേജന്റ് മാറ്റി മാറ്റി കൊടുക്കുന്നത്. ഈ ഒരു റിയേജന്റ് ഉപയോഗിച്ചാൽ ഈ ഒരു OH ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല. അതേസമയം സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാളെ പിടിച്ച് മാറ്റും അല്ലേ. ONA കയറിയിരിക്കും, സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മക്കള് റിയാക്ഷൻസ് ഓർത്ത് വെക്കാം. അപ്പൊ ഈ റിയാക്ഷൻ വേഗം നോട്ട് ചെയ്തേ, നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. ഇനി റിയാക്ഷൻ നോക്കിയേ. ഓക്കെ, അപ്പോ ഓർത്തോ ആൻഡ് പാരാ ഐസോമേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. അതായത് നമുക്ക് 2 ഐസോമേഴ്സ് കിട്ടി അല്ലേ. ഓർത്തോ ഐസോമറും കിട്ടി, പാരാ ഐസോമറും കിട്ടി. ഇവരെങ്ങനെയാണ് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കിയേ. ഓർത്തോ നൈട്രോഫീനോൾ സ്റ്റീം വോളറ്റൈൽ, പാരാനൈട്രോഫീനോൾ ലെസ് വോളറ്റൈൽ. ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആവിയാക്കി മാറ്റി നമുക്ക് കണ്ടൻസർ ട്യൂബിലൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇയാൾ എന്താണ്? ഇയാള് ലെസ് വോളറ്റൈൽ, പെട്ടെന്ന് ആവിയാവില്ല. അതെന്തുകൊണ്ടായിരിക്കും മക്കളെ? എന്തായിരിക്കും റീസൺ? ഇവിടെ NO2 ഗ്രൂപ്പ് ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് സംഭവിക്കും. അപ്പോൾ 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഒന്നാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, മറ്റേതാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ പെട്ടെന്ന് ആവിയായി പോകുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇൻട്രാമോളിക്കുലർ H ബോണ്ടിങ്. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയായിരിക്കും? ഇന്റർമോളിക്കുലാർ. ഒന്ന് ഇൻട്ര ആണെങ്കിലും മറ്റേത് ഇന്റർമോളിക്കുലാർ ആയിരിക്കും അല്ലേ. ഇന്റർമോളിക്കുലാർ H ബോണ്ടിങ്. ഇനി നമുക്ക് സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കിയാലോ. എങ്ങനെ ഓർത്തോ നൈട്രോഫീനോൾ ഇരിക്കുക? ഇവിടെ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ, ഒരു ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട്. ഇവിടെ ഒരു OH ഉണ്ടാവും അല്ലേ. ഇനി നോക്കിയ മക്കളെ, ഇവിടെ നോക്കിയ സെയിം മോളിക്യൂളിൽ തന്നെ ഓക്സിജനും ഹൈഡ്രജനും, അതായത് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റും, ഇലക്ട്രോ പോസിറ്റീവ് ആയ നമ്മുടെ ഹൈഡ്രജൻ അല്ലേ, ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. ഇതാണ് ഇൻട്രാ മോളിക്യുലാർ H ബോണ്ടിങ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും? ഈസിലി വോളറ്റൈസ് ആയിരിക്കും. ഈസിലി
വോളറ്റൈസബിൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവിയാവാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് പാരാനൈട്രോഫീനോൾ. ഓക്കെ, പാരാനൈട്രോഫീനോൾ. ഇവിടെ നമ്മുടെ OH, ഓക്കെ, ഇവിടെ നമ്മുടെ NO2 ഗ്രൂപ്പ്. ഓക്കെ, മറ്റൊരു ഫീനോളിനെ കൂടെ വരയ്ക്കാം, മറ്റൊരു ഓർത്തോ നൈട്രോഫീനോളിനെ കൂടെ വരയ്ക്കാം. ഓക്കെ, ഇയാൾ എന്താണ്, OH ബോണ്ടിങ് ആയിരിക്കും. ഇനി ഇയാൾ എന്തായിരിക്കും, NO2. ഓക്കെ, അപ്പൊ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർത്തോ നൈട്രോൾ ഫീനോൾ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ ഇതിൽ എങ്ങനെയായിരിക്കും വരിക, ഇതിൽ നമ്മുടെ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഒരു H ബോണ്ടിങ് സംഭവിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക, ഇന്റർമോളിക്യുലർ H ബോണ്ടിങ്, ഇന്റർമോളിക്യുലർ H ബോണ്ടിങ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയായിരിക്കും, ഈസിലി വോളറ്റൈസ് ചെയ്യാൻ പറ്റില്ല, ലെസ് വോളറ്റൈൽ ആയിരിക്കും. എന്താണ്, ലെസ് വോളറ്റൈൽ. അപ്പൊ ഇവര് പെട്ടെന്ന് ആവിയാവുന്നതും പയ്യെ ആവിയാവുന്നതിന്റെ ഡിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കിയാലോ. ഇനി ഓക്കെ, ഇവിടെ നോക്കി, വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഫീനോൾ ഇസ് കൺവേർട്ടഡ് ഇൻ ടു 2,4,6 ട്രൈനൈട്രോഫീനോൾ ബട്ട് ദ ഈൽഡ് ഇസ് പോർ. അപ്പം നമ്മൾ കണ്ടീഷൻസ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറ്റും, നമ്മുടെ റിയാക്ഷൻ പ്രൊഡക്ട്സും വേറെ ആയിരിക്കും. നമ്മളിവിടെ ഫീനോൾ എടുത്തു, ഫീനോൾ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്തു, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തു അല്ലേ. അപ്പം നമുക്ക് 2,4,6 ട്രൈനൈട്രോഫീനോൾ, അതായത് സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും 6th പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ്സ് ആഡ് ആയി. ഇയാൾ നമ്മൾ എന്താ വിളിക്കുക, 2,4,6 ട്രൈനൈട്രോഫീനോൾ, അതായത് നമ്മുടെ പാരൻറ്റീൻ ഫീനോൾ ആയിരുന്നു അല്ലേ, അതിലേക്കാണ് ആഡ് ഓൺസ് വന്നത്. ഇയാൾക്കൊരു ബ്യൂട്ടിഫുൾ നെയിം കൂടെ ഉണ്ട്. എന്താണ് പേര്, പിക്രിക് ആസിഡ്. എന്താ പേര്, പിക്രിക് ആസിഡ്. അപ്പൊ ഈ റിയാക്ഷൻ മറക്കരുത്, ഈ ഒരു ഫണ്ണി നെയിം മക്കൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ, അതായത് ഫീനോളിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണ് എന്താണ് നമുക്ക് കിട്ടുക, പിക്രിക് ആസിഡ്. ഓക്കെ, അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. ഇനി ഹാലജനേഷൻ. ഓൺ ട്രീറ്റിംഗ് ഫീനോൾ വിത്ത് ബ്രോമീൻ ഡിഫറെൻറ്റ് റിയാക്ഷൻ പ്രൊഡക്ട്സ് ആർ ഫോം അണ്ടർ കണ്ടീഷൻ. അതായത് നമ്മൾ ഫീനോൾ എടുത്തിട്ട് അയാളെ ബ്രോമിൻ ഇൻ കാർബൺ ഡൈസൾഫൈഡിന്റെ പ്രസൻസിൽ 273 കെൽവിനിൽ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്കൊരു ഓർത്തോ ബ്രോമോ ഫീനോളും പാരാബ്രോമോ ഫീനോൾ, രണ്ട് മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ എന്താ മക്കളെ, ബ്രോമിൻ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഒരു റിയാക്ഷനും കൂടെ നോക്കാം, നമുക്ക് ബ്രോമിൻ വാട്ടർ ആയിട്ടുള്ളത്. ഇനി നോക്കി, വെൻ ഫീനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ ഗീവ്സ് 2,4,6 ട്രൈബ്രോമോഫീനോൾ. എന്തായിരിക്കും റിയാക്ഷൻ, നമുക്ക് ഫീനോൾ എടുക്കാം. ഓക്കെ, ഇതല്ലേ നമ്മുടെ ഫീനോൾ എടുത്തു, ഫീനോൾ ഇൻ ബ്രോമിൻ വാട്ടർ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ബ്രോമിൻ ഉണ്ടാവില്ല സൊല്യൂഷനിൽ. ഇതെന്തായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്, 2,4,6 ട്രൈബ്രോമോഫീനോൾ. നമ്മുടെ പാരൻറ്റീൻ ആരാണ്, പാരൻറ്റീൻ OH ആണ് അല്ലേ. ഇതിലേക്ക് ട്രൈബ്രോമിൻ ഗ്രൂപ്പ്സ് ആയിരിക്കും കയറുക. ഇവിടെ ഒരു ബ്രോമിൻ, ഇവിടെ ഒരു ബ്രോമിൻ, പിന്നെ ഇവിടെ ഒരു ബ്രോമിൻ. ഈ പ്രൊഡക്റ്റിന്റെ പേരെന്താ, 2,4,6 ട്രൈബ്രോമോഫീനോൾ. 2,4,6 ട്രൈബ്രോമോഫീനോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ റിയാക്ഷൻ കണ്ടില്ലേ. അപ്പൊ ഇതാണ്, ഈസി ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി write the structures of the following major products expected from the reaction. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ മേജർ പ്രൊഡക്ട്സ് എന്തായിരിക്കും എന്താന്ന് നോക്കി, മോണോ നൈട്രേഷൻ ഓഫ് 3-methyl ഫീനോൾ. അപ്പോൾ നമ്മൾ 3-methyl ഫീനോൾ എഴുതാം. ഫീനോൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, 3-methyl എന്ന് പറയുമ്പോൾ 1, 2, 3 ഇവിടെ. ഇതിൽ നമ്മൾ നൈട്രേഷൻ എങ്ങനെയായിരിക്കും ചെയ്യുക, നമുക്ക് ഡൈല്യൂട്ട് HNO3 വെച്ചിട്ട് നൈട്രേഷൻ ചെയ്യാം അല്ലേ. എന്തൊക്കെ പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുക, നമുക്കൊരു ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡും കിട്ടും, ഒരു പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡും കിട്ടും. അപ്പൊ നമുക്കൊന്ന് പ്രൊഡക്റ്റ് എഴുതിയാലോ. നോക്കി, അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ നമുക്കൊരു ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റും ഒരു പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റും കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ റിയാക്ടന്റിനെ തന്നെ എഴുതാം. ഓക്കെ, അയ്യോ ബെൻസീൻ റിങ്ങിന്റെ നമ്മൾ ബോൺസ് ഇടണോ അല്ലേ. ഇനി നോക്കി, അപ്പൊ നമുക്കൊരു ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് NO2 ഗ്രൂപ്പും കിട്ടും. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇത് എന്തായാലും മൈനർ ആയിരിക്കും അല്ലേ.
പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് പ്രൊഡക്റ്റാ കിട്ടുക? ഒരു പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. CH3OH. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്കൊരു പാരാ നൈട്രോ ഫീനോ, അതായത് മീഥൈൽ ഫീനോളും കൂടെ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ 2 പ്രൊഡക്ട്സ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡൈനൈട്രേഷൻ ഓഫ് 3-methyl ഫീനോൾ, അതായത് 3-methyl ഫീനോളിനെ ഡൈനൈട്രേഷൻ ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, 3-methyl ഫീനോൾ. അപ്പൊ ഫീനോൾ ആണ്. 3rd പൊസിഷനിൽ ആരാ? 1, 2, 3 മീഥൈൽ ആണ്. ഓക്കെ, ഇയാൾ നമുക്ക് എന്ത് ചെയ്യണം? ഡൈനൈട്രേഷൻ ചെയ്യണം. അപ്പൊ ഡൈനൈട്രേഷൻ ചെയ്യണം, നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് അല്ലേ? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. അപ്പൊ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡും പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡും ഒരുമിച്ചായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ആ റിയാക്ഷൻ ഒന്ന് എഴുതിയാലോ? ഓക്കെ, ഇവരൊക്കെ അങ്ങനെ തന്നെ അൺടച്ച്ഡ് ആയിട്ടിരിക്കും. ഇനി ഒരേ സമയം നമുക്ക് എന്ത് കിട്ടും? ഒരേ സമയം നമുക്ക് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡും പിന്നെ നമുക്ക് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുക. ഇതാണ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്താലുള്ള ഗുണം. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ മനസ്സിലായോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി കോൾബ്സ് റിയാക്ഷൻ. എന്താണ് കോൾബ്സ് റിയാക്ഷൻ? നമ്മൾ +1 കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ആൽക്കെയിൻസിന്റെ റിയാക്ഷനിൽ അല്ലേ? അതായത് സോഡിയം എത്തനോയേറ്റ് ആ ഒരു കോമ്പൗണ്ട്, അതായത് അത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോയിട്ട് നമുക്ക് ആൽക്കെയിൻ ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതെന്താണ് കോൾബ്സ് റിയാക്ഷൻ എന്ന് നോക്കാം. എന്താ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ്? സോഡിയം ഫീനോക്സൈഡ് അണ്ടർഗോസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് എ വീക്ക് ഇലക്ട്രോലൈറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം 2-hydroxybenzoic acid. അതായത് നമ്മുടെ സോഡിയം ഫീനോക്സൈഡ്, എങ്ങനെയാ സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാവുക? നമ്മൾ ഫീനോൾ എടുക്കൂ അല്ലേ? ഫീനോൾ എടുത്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടുത്തെ OHനെ മാറ്റിയിട്ട് ആര് കയറിയിരിക്കും? ONA+ കയറിയിരിക്കും അല്ലേ? നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? O-NA+. ഇയാൾ നമുക്ക് എന്താ വിളിക്കുക? ഇയാളുടെ പേരാണ് സോഡിയം ഫീനോക്സൈഡ്. അല്ലേ? സോഡിയം ഫീനോക്സൈഡ്. ഇനി നമുക്കപ്പോൾ സോഡിയം ഫീനോക്സൈഡ് കിട്ടി. സോഡിയം ഫീനോക്സൈഡിനെ എന്ത് ചെയ്യണം? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് എ വീക്ക് ഇലക്ട്രോലൈറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളൊരു കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ഷൻ ചെയ്യണം ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. ഒരു ആസിഡിന്റെ പ്രസൻസിൽ ഫസ്റ്റ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈ കോമ്പൗണ്ടിലേക്ക്, അതായത് ഇത് ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബോയിലിംഗ് ട്യൂബിലോ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ബബിള് പാസ് ചെയ്യുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡൈല്യൂട്ട് ആസിഡ് ഒഴിക്കുക. നമുക്ക് ഡൈല്യൂട്ട് HCl ഡൈല്യൂട്ട് H2SO4 ഏതെങ്കിലും ആസിഡ് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 2-hydroxybenzoic acid കിട്ടും. ഓക്കെ, 2-hydroxybenzoic acid. ഓക്കെ, ഇതാണ് നമ്മുടെ 2-hydroxybenzoic acid. 2-hydroxy എന്താണ്? ബെൻസോയിക് ആസിഡ് അല്ലേ? ബെൻസോയിക് ആസിഡ്. ഇയാൾ നമുക്ക് വേറൊരു ഷോർട്ട് നെയിമും കൂടെ വിളിക്കാം. നമുക്ക് സാലിസിലിക് ആസിഡ് എന്ന് വിളിക്കാം. എന്താ ഇയാളുടെ പേര്? സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ്. അപ്പൊ മക്കളെ റിയാക്ഷൻ ഓർത്ത് വെക്കണം. സോഡിയം ഫീനോക്സൈഡിൽ നിന്ന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്ത് ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2-hydroxybenzoic acid. നമ്മൾ പക്ഷേ ഇയാൾ എന്താ വിളിക്കുക? സാലിസിലിക് ആസിഡ്. എന്നിട്ട് പിക്രിക് ആസിഡ് കണ്ടില്ലേ? അതുപോലെയാണ് ഇത് സാലിസിലിക് ആസിഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് റിയാക്ഷൻ നോക്കാം. ഓക്കെ, റീമൻ ടീമൻ റിയാക്ഷൻ. അപ്പൊ ഈ ഓരോ സയന്റിസ്റ്റ് ഈ റിയാക്ഷൻ കണ്ടുപിടിക്കണം എന്തിനാ? അവർക്ക് നൊബേൽ പ്രൈസും കിട്ടും. അവരുടെ പേര് വെച്ചിട്ടായിരിക്കും ആ റിയാക്ഷൻ പറയാ അല്ലേ? അപ്പൊ ആ റിയാക്ഷൻ എന്താ നോക്കി. ഓൺ ട്രീറ്റിംഗ് ഫീനോൾ വിത്ത് ക്ലോറോഫോം. എന്താണ് ക്ലോറോഫോം? CHCl3. ഇൻ ദ പ്രസൻസ് ഓഫ് NaOH a CH2 ഗ്രൂപ്പ് is introduced to ortho position of benzene. അതായത് ഫീനോളിനെ നമ്മൾ ക്ലോറോഫോം വെച്ചിട്ടും NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓർത്തോ പൊസിഷനിൽ എന്ത് സംഭവിക്കും? ഒരു ആൽഡിഹൈഡ് കയറും. ഇതിന് നമ്മൾ
ഫർദർ ആസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സാലിസിൽ ആൽഡിഹൈഡ് കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ സാലിസിലിക് ആസിഡ് എഴുതിയില്ലേ, അതായത് ഫീനോളിൽ COH ഗ്രൂപ്പ് വരുന്നതാണ് സാലിസിലിക് ആസിഡ്. ഇനി സാലിസിൽ ആൽഡിഹൈഡ് എന്തായിരിക്കും? ഫീനോളിലേക്ക് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് കയറും അല്ലേ. അപ്പൊ നമുക്കൊന്ന് റിയാക്ഷൻ എഴുതിയാലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഫീനോളിനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ഇറ്റ് വിത്ത് ക്ലോറോഫോം. ഓക്കെ, ക്ലോറോഫോം CHCl3 ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ നമ്മൾ ഈ റിയാക്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കപ്പോൾ എന്താ കിട്ടുക? ഓർത്തോ പൊസിഷനിൽ നമുക്ക് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് OH CHO ഗ്രൂപ്പ് അല്ലേ, CHO ഗ്രൂപ്പ്. അപ്പോൾ ഇതിന് നമ്മൾ എന്തും കൂടെ ചെയ്യണം? H+, അതായത് ഒരു ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു OHഉം ഒരു CHO ഗ്രൂപ്പ്. ഇതിന് നമ്മൾ എന്താ വിളിക്കുക? സാലിസിൽ ആൽഡിഹൈഡ്. സാലിസിൽ ആൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ റിയാക്ഷൻ മനസ്സിലായില്ലേ? നമ്മൾ ക്ലോറോഫോം ആൻഡ് NaOH ഇതും ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീനോൾ എന്താക്കി മാറ്റാനായിട്ട് പറ്റും? സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ പിക്രിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, സാലിസിൽ ആൽഡിഹൈഡ് ഇതൊക്കെ എന്തിന്റെ നമ്മുടെ ഫീനോൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് അല്ലേ. അപ്പം മറക്കാതെ ഇതൊക്കെ മക്കൾ നന്നായിട്ട് പഠിക്കുക, കാരണം നെയിം റിയാക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇനി ഓക്കെ, റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. അതായത് ഫീനോളിനെ നമ്മൾ സിങ്ക് ഡസ്റ്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഫീനോൾ എന്താ ചെയ്യുക? സിങ്ക് ഡസ്റ്റ്, സിങ്ക് പൗഡർ എന്താ സംഭവിക്കുക? ഓക്കെ, ഫീനോൾ ഇസ് കൺവേർട്ടഡ് ടു ബെൻസീൻ. അതായത് ഫീനോൾ എന്തായിട്ട് മാറും? ബെൻസീൻ ആയിട്ട് മാറും. ഓക്കെ, ബെൻസീൻ ആയിട്ട് മാറുന്നത് എങ്ങനെയാ? ഈ ഒരു O ഉണ്ടല്ലോ, ഇയാള് O- ആയിട്ട് ലീവ് ചെയ്യും. എങ്ങനെയാണ് ലീവ് ചെയ്യുന്നത്? ഹി ലീവ്സ് ആസ് O-. അപ്പോൾ ഈ ഇസഡനിന്റെ കൂടെ ഈ ഓക്സിജൻ കയറി കമ്പൈൻ ചെയ്യും. മനസ്സിലായോ? ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള H എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഉണ്ടാവും. ഇയാളെ നമുക്ക് എന്ത് വിളിക്കാം? ഇയാളെ നമുക്ക് ബെൻസീൻ എന്ന് വിളിക്കാം അല്ലേ. ബെൻസീന്റെ ഫോർമുല എന്താണ്? C6H6. അപ്പോൾ ഓൾറെഡി ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് OH ഇരുന്നത്. അപ്പോൾ ആ ഹൈഡ്രജൻ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് കറക്റ്റ് C6H6 ആയിട്ട് മാറും. എങ്ങനെ? C6H5ൽ നിന്ന് C6H6 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. അപ്പോൾ ഓക്സിജൻ റിമൂവ് ചെയ്തു, ഹൈഡ്രജൻ അവിടെ തന്നെ റിമെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ് അല്ലേ, റിഡക്ഷൻ. അപ്പൊ സിങ്കിനെ കണ്ട അപ്പോൾ ഓർത്തോ റിഡക്ഷൻ. എന്ത് റിയാക്ഷൻ ആയിരിക്കും ഇത്? റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, oxidation of phenol with chromic acid produces a conjugated diketone known as benzoquinone. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഫീനോളിനെ എടുക്കും. ഓക്കെ, ഫീനോളിന് എന്താണ് ക്രോമിക് ആസിഡ് എന്ന് പറഞ്ഞത്? നമ്മുടെ സോഡിയം ഡൈക്രോമേറ്റും ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. ഫസ്റ്റ് Na2Cr2O7 നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യണം? അതിനൊരു ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക? ബെൻസോക്യൂനോൺ. അപ്പോൾ ബെൻസോക്യൂനോൺ. അപ്പം മിസ് ഇതിന്റെ നെയിമിംഗ് റിയാക്ഷൻ പഠിപ്പിച്ചില്ലേ? എങ്ങനെയാണ് ഇതിന്റെ നോമൻക്ലേച്ചർ വരുന്നതെന്ന്? അപ്പൊ നമ്മൾ ബെൻസോക്യൂനോൺ കണ്ടില്ലേ? ഇത് നമ്മൾ ആന്റി മലേറിയൽ ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വന്ന സൈക്ലിക് പ്രോഡക്ട്സിൽ ഒന്നാണ് ബെൻസോക്യൂനോൺ കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. മാനുഫാക്ചറിങ്ങിലും കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനും ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കഹോൾസിനെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് മെത്തനോൾ. ഓക്കെ, എന്താണ് മെത്തനോൾ? നമുക്കറിയാം അല്ലെ, ഒരു കാർബണില് എന്ത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ, അതായത് CH3OH ആണ് മെത്തനോൾ. ഇയാൾ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണ് വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്? അതായത് ഡീക്കേഡ് വുഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, മരത്തടികൾ ഉണ്ടാവില്ലേ, അവരെ നമ്മൾ എന്ത് ചെയ്യും? ഫെർമെന്റേഷൻ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫെർമെന്റേഷനും ഡിസ്റ്റിലേഷനും ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ വുഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്.
ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പെയിൻസിലൊക്കെ ആഡ് ചെയ്യാറുണ്ട് മെത്തനോൾ. ഓക്കെ, പിന്നെ നമ്മുടെ ആൽക്കഹോൾസ് ഉണ്ടല്ലോ, ആൽക്കഹോൾസ് നമ്മൾ കൺസ്യൂമബിൾ അല്ലാതിരിക്കാൻ, അതായത് എത്തനോളൊക്കെ നമ്മൾ കുടിക്കാതിരിക്കാനായിട്ട്, മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ചെറിയ എമൗണ്ട് ഓഫ് മെത്തനോൾ കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇത് കഴിച്ചാൽ നമ്മൾ പോയിസൺ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾക്കിത് എന്താണ്, എഡിബിൾ അല്ലാത്ത ഒരു കോമ്പൗണ്ട് കൂടിയാണ് മെത്തനോൾ. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത്? അതായത് കാർബൺ മോണോക്സൈഡിനെ നമ്മൾ ഹൈഡ്രജനേഷൻ ചെയ്യും, അതായത് ഹൈഡ്രജൻ വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യും. എങ്ങനത്തെ ഹൈഡ്രജനേഷൻ ആണ്? കാറ്റലൈസ്ഡ് ഹൈഡ്രജനേഷൻ. അതായത് സിങ്ക് ഓക്സൈഡ്, ക്രോമിയം ട്രയോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എത്രയാണ് നമ്മൾ പ്രഷർ അവിടെ കൊടുക്കുന്നത്? 200 to 300 atm പ്രഷർ. പിന്നെ ടെമ്പറേച്ചർ എത്രയാണ്? 573 to 673 കെൽവിൻ. അപ്പോൾ ഒരു ഹൈഡ്രജനേഷൻ റിയാക്ഷൻ ആണ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. എത്രയാണ് നമ്മുടെ കാറ്റലിസ്റ്റ് വരുന്നത്? സിങ്ക് ഓക്സൈഡ് ആൻഡ് ക്രോമിക് ഓക്സൈഡ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് CH3OH. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് മെത്തനോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ് കൊമേഴ്ഷ്യലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എത്തനോൾ ആണ്. എത്തനോൾ നോക്കാം. എത്തനോൾ നമ്മൾ എങ്ങനെ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ദ പ്രോസസ് ഓഫ് ഫെർമെൻറ്റേഷൻ. പണ്ട് സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷുഗർ കോമ്പൗണ്ട്സ് അല്ലേ, ഇപ്പോൾ വൈൻ ആവാം, വൈൻ ഒക്കെ നമ്മൾ മുന്തിരി എന്നല്ലേ ഉണ്ടാക്കുന്നത്, മുന്തിരി ഫ്രൂട്ട്സിൽ നിന്നൊക്കെ വൈൻ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഷുഗർ കണ്ടന്റ് കൂടിയ ഒരു ഫ്രൂട്ട് നമ്മൾ എടുക്കും, അവരെ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രലൈസ് ചെയ്യും, എന്നിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സിലോ നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഷുഗർ അല്ലേ, ഇതാണ് ഷുഗർ. ഈ ഷുഗറിനെ നമ്മൾ ഇൻവേർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇയാള് CH6H12O6 പ്ലസ് C6H12O6, അതായത് ഗ്ലൂക്കോസും സൂക്രോസുമായിട്ട് മാറും. ഗ്ലൂക്കോസ് ആൻഡ് സൂക്രോസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു എൻസൈം ഉണ്ട് സൈമേസ്, അതായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ C6H12O6നെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എൻസൈം ആണ് സൈമേസ്. ഓക്കെ, അപ്പോൾ ഫെർമെൻറ്റേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? ഇൻവേർട്ടേസ് ആൻഡ് സൈമേസ്. ഇത് മെയിൻ ആയിട്ട് വരുന്നത് ഈസ്റ്റിലൊക്കെയാണ്. ഈസ്റ്റിലുള്ള എൻസൈം ആണ് സൈമേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ എന്താ കിട്ടാൻ പോകുന്നത്? നമുക്ക് എത്തനോൾ കിട്ടും അല്ലേ. 2C2H5OH പ്ലസ് CO2. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ എത്തനോൾ. അപ്പൊ കിട്ടിയല്ലോ മക്കളെ, നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫെർമെന്റേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്തനോൾ കിട്ടും. അപ്പൊ നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് ബബിൾസ് കാണാൻ പറ്റില്ലേ? നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തുറക്കുമ്പോൾ സോഡയൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കില്ലേ? അതെങ്ങനെയാണ്? അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ആയതുകൊണ്ടാണ്. അപ്പൊ എത്തനോൾ കൂടാതെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാണ് അങ്ങനെ ബബിൾസ് വന്നിരിക്കുന്നത്. ഇനി എത്തനോളിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? എത്തനോൾ ഇസ് കളർലെസ് ലിക്വിഡ് വിത്ത് ബോയിലിംഗ് പോയിന്റ് 351 കെൽവിൻ. അപ്പോൾ ഒരു കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്, ബോയിലിംഗ് പോയിന്റ് 351 കെൽവിൻ ആണ്. ഇനി നമ്മളത് പെയിന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും, പെയിന്റ്സിലൊക്കെ മിസിബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. പിന്നെന്താണ്? പ്രിപ്പറേഷൻ ഓഫ് എ നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്, ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സ്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇനി കൊമേഴ്ഷ്യൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് കുടിക്കാൻ പറ്റില്ല അല്ലേ, മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ലാബിലേക്ക് എത്തനോൾ വേണം, ഇപ്പോൾ പെയിന്റ് ഇൻഡസ്ട്രിക്കൊക്കെ എത്തനോൾ വേണം അല്ലേ. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കളർ ആഡ് ചെയ്യും. കളർ ആഡ് ചെയ്യുന്നത് ആരെ വെച്ചിട്ട്? കോപ്പർ സൾഫേറ്റ്, നമ്മുടെ ബ്ലൂ വിട്രിയോൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കളറിന് വേണ്ടിയിട്ട് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് പിരിഡിൻ. പിരിഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിരിഡിൻ ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ട് ആണ്. എന്താണ്? ഫൗൾ സ്മെല്ലിംഗ്. അപ്പോൾ ഒരു സ്മെല്ലും ആ കളറും വെച്ചിട്ട് ആരും എന്ത് ചെയ്യില്ല? ആൽക്കഹോൾ കുടിക്കില്ല. അവർക്ക് പേടി ഉണ്ടാവില്ല, എന്തെങ്കിലും വിഷം ഉണ്ടാവും എന്ന് വിചാരിച്ച് അവർ കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നോക്കാം. അപ്പോൾ ആക്ച്വലി കൺസ്യൂമബിൾ ആയിട്ടുള്ള ആൽക്കഹോളിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻകൺസ്യൂമബിൾ ആക്കും. എങ്ങനെ? കോപ്പർ സൾഫേറ്റും പിരിഡിനും ആഡ് ചെയ്ത്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. എന്താ പറയുന്ന പേര്? ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോപ്പർ സൾഫേറ്റും പിരിഡിനും ചേർക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് എത്തനോളിനെ പറ്റി പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഈതേഴ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതായത് ROR- ഉള്ള കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. നമുക്ക് ആൽക്കഹോളിനെ എന്ത് ചെയ്യണം, ഡീഹൈഡ്രേഷൻ ചെയ്യണം. അപ്പൊ നമ്മുടെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആരാണ്, നമ്മുടെ കിങ് ഓഫ് കെമിക്കൽസ് അല്ലെ, സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ 2 ടെമ്പറേച്ചേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് 2 ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആണ് കിട്ടുക. ഫസ്റ്റ് ടെമ്പറേച്ചർ എന്താണ്, 443 കെൽവിൻ. 443 കെൽവിൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്തിലീൻ കിട്ടും, എത്തിലീൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. അറ്റ് വാട്ട് ടെമ്പറേച്ചർ, 413. കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് എത്തോക്സി ഈത്തീൻ എന്ന ഒരു ഈതറിനെ കിട്ടും. എത്തോക്സി ഈത്തീൻ, ഈ ഒരു ഈതറിനെ കിട്ടും. ഈ ഈതറിന്റെ പ്രത്യേകത എന്താണ്, സിമെട്രിക് ഈതർ ആണ് അല്ലേ, സിമെട്രിക് ഈതർ. ഓക്കെ, അപ്പൊ 2 സൈഡ് നമ്മൾ ഓക്സിജനെ നമ്മൾ ഇവിടെ വെച്ച് ഹാഫ് ആക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരേപോലെ വരുന്നില്ലേ. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം, സിമെട്രിക്കൽ ഈതേഴ്സ്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു, ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ ഓർക്കണം സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ഓക്കെ, ഇനി വില്യംസൺ സിന്തസിസ്. അപ്പോൾ വില്യംസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ ഒരു റിയാക്ഷൻ കണ്ടുപിടിച്ചത്. ഇതിൽ എന്താ സംഭവിക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് ലബോറട്ടറി മെത്തേഡ് ആണ് അല്ലേ. നമുക്ക് സിമെട്രിക്കൽ ഈതേഴ്സും അൺസിമെട്രിക്കൽ ഈതേഴ്സും കിട്ടും. അപ്പോൾ ഒരു റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡും എന്ത് ചെയ്യും, നമ്മൾ സോഡിയം ആൽക്കോക്സൈഡ്. ഇതെന്താണ് മക്കളെ, സോഡിയം ആൽക്കോക്സൈഡ്. ഓക്കെ, സോഡിയം ആൽക്കോക്സൈഡും ആൽക്കൈൽ ഹാലൈഡും. ആൽക്കൈൽ ഹാലൈഡ്, ഈ 2 കോമ്പൗണ്ട്സ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് വേണ്ട കോമ്പൗണ്ട് ആരാണ്, ഈതർ അല്ലേ. അപ്പൊ RO-, ഇവിടെ X എന്താണ്, ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ X- ആയിട്ട് ഇയാൾ പോവും. എങ്ങനെ, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത്. അപ്പൊ നമ്മുടെ R എന്തായി മാറും, R+ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ N ഇവിടെ പ്ലസ് ആയിട്ടായിരിക്കും പോവുക. അയാളും X-ഉം കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും, അയാളും X-ഉം കൂടെ കമ്പൈൻ ചെയ്ത് NaX ഫോം ചെയ്യും, NaX. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത്, OR അല്ലേ. അപ്പൊ R+ ഓൾറെഡി ഇവിടെ ഉണ്ട്, NaX പോയി, ഇനി OR ആണ് എക്സിസ്റ്റിംഗ്. അപ്പൊ ആ OR എന്ത് ചെയ്യും, OR- ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ സൈൻ ഒന്നും ഇടാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഈതർ. ഈ ഈതർ നമുക്ക് സിമെട്രിക്കലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അൺസിമെട്രിക്കലും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ്. സപ്പോസ് ഇത് CH3X ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ആൽക്കൈൽ ഈതർ എങ്ങനെയായിരിക്കും, 2 സൈഡിലും CH3 ആയിരിക്കും അല്ലേ. ഞാനിവിടെ C2H5 ഈതൈൽ ഗ്രൂപ്പും അവിടെ ഒരു CH3 ആണെന്ന് വിചാരിക്കുക, ഈ ഒരു ONA കൂടെ. അപ്പൊ ഈ ഈതർ എങ്ങനെയായിരിക്കും, അൺസിമെട്രിക്കൽ. ഒരു സൈഡിൽ 2 കാർബണും മറ്റേ സൈഡിൽ ഒരു കാർബണുള്ള ഒരു C2H5 OCH3 എന്ന് പറയുന്ന ഒരു ഈതറായിട്ട് മാറും അല്ലേ. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്ത് 2 ടൈപ്പ് ഓഫ് ഈതേഴ്സും സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മക്കൾ ഈ റിയാക്ഷൻ ഈസി ആയിട്ട് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ നോക്കി. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ഇവിടെ ഒരു ടെർഷ്യറി ആൽക്കോക്സൈഡ് സോഡിയം ആൽക്കോക്സൈഡ് ആണ്. ടെർഷ്യറി സോഡിയം ആൽക്കോക്സൈഡ്. ഓക്കെ, നമുക്ക് ഇതിനെ എന്ത് പറയാം, ടെർഷ്യറി സോഡിയം ബ്യൂട്ടോക്സൈഡ് എന്ന് പറയാം അല്ലേ. ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അല്ലേ, ടെർഷ്യറി ബ്യൂട്ടൈൽ ഓക്സൈഡ് ആണ്, ടെർഷ്യറി സോഡിയം ബ്യൂട്ടോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ആൽക്കൈൽ ബ്രോമൈഡ് ആണ് ആഡ് ചെയ്യുന്ന. നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ആരാ, ഈ സോഡിയവും ബ്രോമൈഡും. ഓക്കെ, സോഡിയം ബ്രോമൈഡും ഈ 2 ഗ്രൂപ്പും പോയി കഴിഞ്ഞാൽ ഇവിടെ ആര് വന്ന് ജോയിൻ ചെയ്യും, ഈ O- ആണ് അല്ലേ. CH3 എപ്പോഴും പ്ലസ് ഗ്രൂപ്പാണ്, +I എഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. ഇവർ 2 ജോയിൻ ചെയ്യും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്, ഈ ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് അതായത് CH3 കൂടെ CH3 വന്ന് ജോയിൻ ചെയ്യും, OCH3 വന്ന് ജോയിൻ ചെയ്യും, Oയും CH3 ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എഴുതിയേ CH3 OCH3. ഓക്കെ, അപ്പൊ നമ്മുടെ ഈതർ ഇവിടെ ജനറേറ്റ് ചെയ്തില്ലേ, ഈതർ ഉണ്ടായില്ലേ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരിക്കും, ബൈ പ്രൊഡക്റ്റ് സോഡിയം ബ്രോമൈഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഈതറിന്റെ പേരെന്താണ്, ഈ ഒരു ഈതറിന്റെ പേരെന്തായിരിക്കും, മെത്തോക്സി
മെത്തോക്സി. ഈ ഗ്രൂപ്പ് എന്താ മക്കളെ? ഈ ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയാ? 2 2 1 2 3 അല്ലേ? 2 methyl മെത്തോക്സി 2 methyl propane. ഓക്കെ, അപ്പൊ നമ്മുടെ ഈതർ ഇവിടെ നമ്മൾ സിന്തസൈസ് ചെയ്തല്ലേ. ഇനി നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. ഇനി ഫിനോൾസ് ആർ ഓൾസോ കൺവേർട്ടഡ് ടു ഈതേഴ്സ് ബൈ ദിസ് മെത്തേഡ്. നമുക്ക് ഇതുപോലെ ഫീനോളിനെയും എന്താക്കി മാറ്റാം? ഫീനോളിന്റെ ഈതേഴ്സ് ആയിട്ട് മാറ്റാം. ഓക്കെ, അത് എങ്ങനെയായിരിക്കും റിയാക്ഷൻ വരുന്നത് നോക്കിയേ. അതായത് ഫസ്റ്റ് നമ്മൾ ഫീനോൾ എടുക്കും, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരാനായി. എന്തായാലും ഫീനോളും സോഡിയം ഹൈഡ്രോക്സൈഡും വന്നാൽ എന്ത് സംഭവിക്കും? സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാവും അല്ലേ? എങ്ങനെയായിരിക്കും സോഡിയം ഫീനോക്സൈഡ്? സോഡിയം ഫീനോക്സൈഡ് O-Na+. ഓക്കെ, O-Na+. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് വന്ന് അറ്റാക്ക് ചെയ്യും. ആൽക്കൈൽ ഹാലൈഡ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക ഇവിടെ? ഇവിടെ എക്സ് എപ്പോഴും നമ്മുടെ സോഡിയത്തിനെ പിടിച്ചെടുക്കും. അപ്പൊ നമ്മുടെ R+ അല്ലേ, ഇയാളും O- കൂടെ എന്താവും? ജോയിൻ ചെയ്തിട്ട് അവിടെ ഈതർ ജനറേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, OR+NaX. അപ്പൊ ഇതാണ് ഫീനോളിൽ നിന്ന് നമ്മൾ ഈതറിന് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈതർ. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ബോയിലിംഗ് പോയിന്റ് ആൻഡ് സൊല്യൂബിലിറ്റി ആണ്. ബോയിലിംഗ് പോയിന്റ് നോക്കി നമ്മളൊരു ഓർഡർ നോക്കിയില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത് ആർക്കാണ്? കാർബോക്സിലിക് ആസിഡ് അല്ലേ? കാർബോക്സിലിക് ആസിഡ്. നെക്സ്റ്റ് ബോയിലിംഗ് പോയിന്റ് വരുന്നത് ആർക്കാണ്? ആൽക്കഹോൾസ് അല്ലേ? ആൽക്കഹോൾസ്. ദെൻ ആരായിരുന്നു വരുന്നത്? ആൽഡിഹൈഡ്സ്. പിന്നെ ആരാ വന്നത്? ഈതേഴ്സ് അല്ലേ? പിന്നെ വരുന്ന ആളാണ് ഹൈഡ്രോകാർബൺസ്. കറക്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാം, നമുക്കൊരു ആൽക്കെയിൻ തന്നിട്ടുണ്ട്. അയാളുടെ ബോയിലിംഗ് പോയിന്റ് നോക്കി 309.1. ഇനി ഈതേഴ്സ് തന്നിട്ടുണ്ട്. ഈതർ നോക്കിയേ, ഈതറിന്റെ വാല്യൂ വന്നത് എവിടെയാണ്? 307. ഇനി ബ്യൂട്ടനോൾ നമുക്കറിയാം ആരുടെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ? ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോളിന് എപ്പോഴും കുറവായിരിക്കും. പിന്നെ നമ്മുടെ ഈതറും ഹൈഡ്രോകാർബൺസും ആൽക്കഹോൾസിനായിരിക്കും എപ്പോഴും കൂടുതൽ. പിന്നെ നമ്മുടെ ഈതറും ഹൈഡ്രോകാർബൺസ് ഏകദേശം അടുത്തടുത്ത് വരുന്നതുകൊണ്ട് മേ ബി സിമിലർ ആവാം. അപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും ആർക്കാ കൂടുതൽ? നമ്മുടെ ആൽക്കഹോൾസ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ആൽക്കെയിൻസിനും ഈതേഴ്സിനും ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ്. ഇനി എന്തായിരിക്കും സൊല്യൂബിലിറ്റി പറയാ? എന്തായിരിക്കും സൊല്യൂബിലിറ്റി? അപ്പൊ മക്കൾ ഇത് വേഗം നോട്ട് ചെയ്യാ. ഇനി സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം വാട്ടർ ആയിട്ട് മിസിബിൾ ആണെന്ന് സൊല്യൂബിലിറ്റി. ഓക്കെ, എങ്ങനെയായിരിക്കും വാട്ടർ ആയിട്ട്? നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ എഴുതിക്കൂടെ? R' അല്ലേ? ഒരു വാട്ടർ മോളിക്യൂൾ വരാണെങ്കിൽ വാട്ടറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? H2O അല്ലേ? ഇതാണ് വാട്ടറിന്റെ ബെൻ സ്ട്രക്ചർ അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഈ ഒരു ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ലേ? കാരണം ഇയാൾ ഭയങ്കര ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഇയാൾ ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലേ? അപ്പൊ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? ഇന്റർമോളിക്യുലാർ H ബോണ്ടിങ്. കറക്റ്റ്, ഇന്റർമോളിക്യുലാർ H ബോണ്ടിങ് ഉണ്ടാവും അല്ലേ? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതാണ് സൊല്യൂബിലിറ്റി. അപ്പൊ നമുക്ക് എന്താ പറയാം? ഈതർ ഇസ് മിസിബിൾ ഇൻ വാട്ടർ. ഈതർ വെള്ളത്തിൽ അലിയും. അപ്പൊ നമ്മൾ എഴുതണം ഈതർ ഇസ് മിസിബിൾ ഇൻ വാട്ടർ. അല്ല നമുക്ക് എന്ത് പറയാം? ഈതർ ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓർ വാട്ടർ വിൽ ഡിസോൾവ് ഈതർ എന്നൂടെ പറയാം. ഓക്കെ, എന്താണ് റീസൺ? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു, നമ്മൾ ബോയിലിംഗ് പോയിന്റ് കണ്ടു, പിന്നെ നമ്മൾ സൊല്യൂബിലിറ്റിയും പറഞ്ഞു. ഇനി കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഈതർ. അപ്പോൾ നമ്മൾ ഈതർ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നൊക്കെ കണ്ടു. ഇനി എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഈതർ അണ്ടർഗോ ചെയ്യുന്നത്? ഫസ്റ്റ് റിയാക്ഷൻ നോക്കിയേ, ഒരു ഈതറും ഒരു ഹാലജൻ ആസിഡ് കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. പിന്നെ നമുക്കൊരു ആൽക്കഹോൾ കിട്ടും. ആൽക്കഹോൾ പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ നോക്കിയേ,
ഒരു ബെൻസൈൽ ഈതറാണ് അല്ലേ, അതായത് ബെൻസീൻ ഗ്രൂപ്പുള്ള ഒരു ഈതറാണ്, അരോമാറ്റിക് ഈതറാണ്. അയാളിലേക്ക് നമ്മളൊരു ഹാലജൻ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? നമുക്ക് ഇവിടെ ഒരു ആൽക്കഹോൾ കിട്ടും, ഫീനോൾ കിട്ടും. കറക്റ്റ് അല്ലേ? ഇയാള് ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്തിട്ട് ഫീനോളും ജനറേറ്റ് ചെയ്യും. അതുകൂടാതെ ഒരു ആൽക്കൈൽ ഹാലൈഡും വരും. ഓക്കെ, ഫീനോൾ ആൻഡ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ. ഇതിൽ CO ബോണ്ട് ക്ലീവ് ചെയ്യുന്നുണ്ട്, ഈ ഒരു O ആൻഡ് കാർബൺ ബോണ്ട് ക്ലീവ് ചെയ്യുന്നുണ്ട്. ക്ലീവേജ് ഓഫ് CO ബോണ്ട് ഇൻ ഈതേഴ്സ് എന്ന് കൂടെ പറയാം ഈ റിയാക്ഷന്. നെക്സ്റ്റ് റിയാക്ഷൻ നോക്കിയേ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ വരുന്നത് ഹാലജനേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അനിസോൾ ആണ് അല്ലെ, മെത്തോക്സി ബെൻസീനെ പറയുന്ന പേരാണ് അനിസോൾ. അനിസോളിന് നമ്മൾ എത്തനോയിക് ആസിഡും ബ്രോമിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രൊഡക്റ്റ് വരാ OCH3. ഒന്ന് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് BR ആയിരിക്കും, മറ്റേ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് BR അല്ലേ? നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് ഓർത്തോയും ഒരെണ്ണം പാരാ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? ഇയാളുടെ പാരന്റ് ചെയിന്റെ പേര് അനിസോൾ. അപ്പൊ ഓർത്തോ ബ്രോമോ അനിസോൾ, കറക്റ്റ്. മറ്റേ ആൾ എന്താണ്? പാരാബ്രോമോ അനിസോൾ. ഓക്കെ, പാരാബ്രോമോ അനിസോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതായിരുന്നു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ രണ്ടുണ്ട്. ഒന്ന് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ആൽക്കൈൽ ഗ്രൂപ്പ് എൻട്രി ചെയ്യും, അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എൻട്രി ചെയ്യും. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷന്റെ റിയേജൻസ് നമുക്കറിയാലോ, ആൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ് അല്ലേ, ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ്. ഇത് ആൽക്കൈലേഷൻ ബെൻസീനിലായതുകൊണ്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്? ആൽക്കൈലേഷനിൽ വരാൻ പോകുന്നത് CH3 ആയിരിക്കും. ഓക്കെ, അപ്പോ OCH3, ഇവിടെ CH3 അല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? 2-methyl anisole. ഇതെന്താണ്? ഓർത്തോ പ്രൊഡക്റ്റ് ആണ്, ഓർത്തോ പ്രൊഡക്റ്റ് അല്ലേ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? പാരാ. ഈ മീഥൈൽ ഗ്രൂപ്പ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിരിക്കും. പാരാ നമ്മൾ എന്താ എഴുതേണ്ടത്? 4-methyl അനിസോൾ. ഓക്കെ, 4-methyl അനിസോൾ. ഇത് എന്ത് പ്രൊഡക്റ്റ് ആ മക്കളെ? ഇതൊരു പാരാ പ്രൊഡക്റ്റ് ആണ് അല്ലെ, പാരാ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നെക്സ്റ്റ് റിയാക്ഷൻ എന്താണ്? ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? അസൈലേഷൻ വരുമ്പോഴേക്കും COCH3 ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ കയറുന്നത്. ഓക്കെ, അസൈൽ ഗ്രൂപ്പ് ആയിരിക്കും കയറുക. ഓക്കെ, ആ റിയാക്ഷൻ നോക്കിയാലോ. സെയിം അനിസോള് തന്നെ അല്ലെ. അനിസോളിലേക്ക് ആര് കയറും? പാരാ പ്രൊഡക്റ്റ് ആയിട്ട് C+CH3 കയറും അല്ലേ. ഇനി നമുക്ക് ഇയാൾ എന്ത് പറയാം? ഇയാൾ നമുക്ക് വിളിക്കാം അസെറ്റോഫീനോൺ എന്ന് വിളിക്കാം. അസെറ്റോഫീനോൾ അല്ലേ. അപ്പോ ഇത് എന്ത് അസെറ്റോഫീനോൾ ആണ്? 2-methoxy അസെറ്റോഫീനോൺ. അതായത് നോക്കിയ മക്കളെ, ഇതെന്താണ്? ഈ ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ അസെറ്റോഫീനോൺ എന്ന് വിളിക്കുക. ഓക്കെ, ഇയാൾ ഇത്രയും ആളെയാണ് നമ്മൾ അസെറ്റോഫീനോൺ എന്ന് വിളിക്കാം. ഇത് അസെറ്റിക് ഗ്രൂപ്പ് ആണ്, ഇത് ഫീനോൾ റിംഗ് ആണ് അല്ലേ. ഇനി 2-methoxy, അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ മെത്തോക്സി ഗ്രൂപ്പ് വരുന്ന അസെറ്റോഫീനോൺ നമ്മൾ എന്ത് വിളിക്കും? 2-methoxy അസെറ്റോഫീനോൺ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ്. ഓർത്തോ പ്രൊഡക്റ്റ് എപ്പോഴും മൈനർ ആയിരിക്കും. മേജർ ആരായിരിക്കും? നമ്മുടെ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ. കാരണം ബൾക്കി എഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉള്ള കാരണം. OCH3 COCH3. ഓക്കെ, അപ്പൊ ഇയാൾ നമുക്ക് എന്ത് വിളിക്കാം? 4-methoxy അസെറ്റോഫീനോൺ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ അല്ലേ. ഇത് ആസിഡ് ക്ലോറൈഡ് അല്ലേ, എത്തനോയിൽ ക്ലോറൈഡ് അല്ലേ. അപ്പൊ ഇതിനെ അസൈലേഷൻ എന്ന് വിളിക്കാം, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് റിയാക്ഷൻ എന്താ മക്കളെ? നൈട്രേഷൻ അല്ലേ. അപ്പൊ നമ്മളിവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആസ് വെൽ ആസ് കോൺസെൻട്രേഷൻ നൈട്രിക് ആസിഡ് ആണ് അനിസോളിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് നൈട്രോ ഗ്രൂപ്പ്സ് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ കൂടെ ഒന്ന് എഴുതി നോക്കാം. നമുക്കൊരു ഓർത്തോ നൈട്രോ അനിസോളും കിട്ടും, ഒരു പാരാ നൈട്രോ അനിസോളും കിട്ടും. ഓക്കെ, പാരാ നൈട്രോ അനിസോൾ. അപ്പൊ ഇതിൽ ഏതായിരിക്കും മേജർ? ഇയാളായിരിക്കും അല്ലെ മേജർ പ്രൊഡക്റ്റ്, മറ്റേ ആള് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇയാളുടെ പേരെന്താണ്? ഓർത്തോ നൈട്രോ അനിസോൾ. ഇയാളുടെ പേരെന്തായിരിക്കും? പാരാ നൈട്രോ അനിസോൾ. പാരാ നൈട്രോ അനിസോൾ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് റിയാക്ഷൻ. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നമ്മൾ ആൽക്കഹോൾസിന്റെയും ഈത്തേഴ്സിന്റെയും ഫീനോൾസിന്റെ ഒക്കെ നോമൻക്ലേച്ചർ പഠിച്ചു, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ, അവരുടെ റിയാക്ഷൻ എങ്ങനെ അവരെ സിന്തസൈസ് ചെയ്യാൻ നോക്കി, പിന്നെ അവരുടെ കെമിക്കൽ റിയാക്ഷൻ കണ്ടു, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടു അല്ലേ, നൈട്രേഷൻ കണ്ടു, ഹാലജനേഷൻ കണ്ടു. അപ്പോൾ ഈ എല്ലാ റിയാക്ഷനും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഡീനേച്ചറേഷൻ ഓഫ് ആൽക്കഹോൾസ് പഠിച്ചു. പിന്നെ നമ്മൾ പ്രൊഡക്ട്സ് കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് അല്ലേ. അപ്പോൾ ഇത് നല്ല ഈസി ചാപ്റ്റർ ആണ്. കോൺസെപ്റ്റ്സ് ഓർത്ത് വെക്കാൻ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രി മാത്സ് പോലെ എഴുതി പഠിക്കുക. ഓക്കെ, കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ മിസ് പഠിപ്പിച്ചെന്നില്ലേ, ആ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്സ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബൈ.